അടുത്ത ക്വസ്റ്റ്യൻ ആണേ. നമ്മൾ 5½ ചെയ്തല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. 5½ ചെയ്താണ്. യെസ്, 5½ കഴിഞ്ഞു. ഇനി നമ്മളുടെ 10½ ചെയ്തില്ലല്ലോ? ഇല്ല. വാ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഒക്കെ ഇട്ട് തുടങ്ങിക്കോ. ഡേറ്റ് ഇടാറുണ്ടോ? അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കണം കേട്ടോ. ആ ഡേറ്റ് ഇടാറുണ്ടെന്നാണ് ഞാൻ ആരും പറയുന്നത്. ബിസ്മി ഫാത്തിമ പറഞ്ഞ എല്ലാ ദിവസം ഡേറ്റ് ഇടും. ഇത് എത്രാം തീയതി? ജൂലൈ 4 ആ നമ്മുടെ സിനിമ 4th ജൂലൈ. ആ യെസ് യെസ്. തുടങ്ങാന്നോ? 10യുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്തിനാണ്? 10½ ദി ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചാലോ അപ്പൊ എന്നാ? ഓക്കെ യെസ്. നമ്മൾ 5½ കണ്ടുപിടിച്ചത്. അപ്പൊ പിന്നെ 10½ കണ്ടുപിടിക്കാനായിട്ട് പ്രശ്നമൊന്നുമില്ല. ആ ഇന്നലെ ഒരു പ്ലെയർ മരിച്ചല്ലോ. എന്തായിരുന്നു സാറേ ആളുടെ പേര്? പേര് മറന്നുപോയി. ആരോ നേരത്തെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, കണ്ടു കണ്ടു കണ്ടു. ഡിയോഗോ ജോട്ട. യെസ്, ജോട്ട തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നത്? അറിയാൻ പാടില്ല എന്തായാലും. ഓക്കെ യെസ്. അപ്പോട്ടെ നമുക്ക് എന്തായാലും 10½ എന്ത് കണ്ടുപിടിക്കാം? സ്ക്വയർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? സാർ ആരാണ് വിളിക്കുന്നത്? ലക്ഷ്മി കെ എസ്. ലക്ഷ്മി കെ എസ് പുതിയ ആളാണ് അല്ലേ? എന്നാലും ഇപ്പൊ പറഞ്ഞ ഒരു ഇതനുസരിച്ച് നമുക്ക് 10 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ? 10 into ആദ്യം 10 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറ. എന്നിട്ട് നമുക്ക് സ്ക്വയർ ഒക്കെ എടുക്കാം. നമ്മൾ നേരത്തെ 25 20 + 5 എന്നാക്കിയില്ലേ? അതുപോലെ 10 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 5 + 5 10. അപ്പൊ 10 അല്ലേ ഉള്ളൂ? 10 വേണ്ടേ? ഇപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ എടുത്താ മതിയോ? 10 + അര എടുത്താ പറ്റുമോ? അത് ശരിയാവൂല എന്നാണ് പറയണത്. 10 + അരയാടാ എടുക്കണ്ടേ? 10 + അര. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. 10 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലേ? നമ്മൾ 5 ചെയ്തവരാണ്. അറിയാവുന്നവര് കണ്ടിന്യൂ ചെയ്ത് പൊക്കോളൂട്ടോ, നോ പ്രോബ്ലം. യെസ്. അപ്പൊ 10 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റി? യെസ്, 10 + അര എന്നാക്കി മാറ്റില്ലേ? ആദിദേവി എന്താണ് ഇവിടെ പരിപാടി? ശ്രദ്ധിച്ചിരുന്നു ഇവിടെ? യെസ്, 10 + അര ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി അല്ലേ? യെസ്, ആദിദേവിനെ തന്നെ വിളിച്ചു സാറേ. ആദിദേവി, നമ്മളുടെ ഇതിനകത്ത് x+y ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ ബാക്കിയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞേ. x² + 2xy + x². അപ്പൊ എത്ര x² ആയി? y². ഓക്കെ ഫൈൻ. ഈ നമ്മളിപ്പോ എഴുതിയ ഈ സ്പ്ലിറ്റ് ചെയ്ത നമ്പറിലെ x ഏതാണ് y ഏതാണ്? അപ്പോ x 10, y അപ്പോ 1/2. ഓക്കെ, 1/2 എന്നാണ്, 1/2 എന്ന് പറയരുതേ. ഓക്കെ ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് അവരെ അപ്ലൈ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അതേ ഇക്വേഷനിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. 10 + ½ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, സാറേ വിളിച്ചോ? അഡ്രിനെ പറഞ്ഞോ, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് പറയണം. 10½ നമ്മൾ ഇക്വേഷന്റെ x² + 2xy + y² അപ്ലൈ ചെയ്യണം. എക്സും വൈയും അവിടെ കൊടുത്തിട്ടില്ലേ? അപ്പൊ പറഞ്ഞേ, x² എന്ന് പറയുമ്പോ എന്ത് വരും? എക്സിന്റെ വാല്യൂ എത്ര ഇവിടെ? അതല്ലടോ, എക്സിന്റെ സ്ക്വയർ ആണ് നമുക്ക് എടുക്കണ്ടേ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ x എത്രയാ? 10. അപ്പൊ x² എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എടുക്കണം? x² ആണ് ശരി. എക്സിന്റെ വാല്യൂ എത്രയാ? 10. അപ്പൊ x² എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പകരം എന്തെടുക്കണം? 10ന്റെ സ്ക്വയർ എടുക്കണം. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ ഫൈൻ, ശരി. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ശ്രദ്ധിച്ചിരിക്കട്ടാണോ? ഇച്ചിരി ശ്രദ്ധക്കുറവ് അവനുണ്ട്. ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന് പകരം 10² കൊടുത്തു. ഇനി വൈക്ക് പകരം വിളിച്ചു സാറേ. അമർനാഥ്. യെസ്, അതെ അതെ, ടാറ്റ കാണിച്ചോണ്ടിരിപ്പുണ്ട്. പറഞ്ഞോട് കൂട്ടാ. അടുത്തത് 1/2². യെസ്, നമ്മളുടെ y-ന്റെ സ്ക്വയർ എടുത്തു. ഇനി അതിന് ശേഷം 4 × 10 ×
1/2. ഓക്കെ, വെരി ഗുഡ്, മിടുക്കൻ. ഓക്കെ, എഴുതിയല്ലോ മക്കളെ. 2xy ഇക്വേറ്റ് ചെയ്ത് എഴുതാണ് കാണുന്നത് കേട്ടോ. എക്സ് സ്ക്വയർ 10 സ്ക്വയർ ആണ്, അതിനുശേഷം ഹാഫിന്റെ സ്ക്വയർ 1/2 സ്ക്വയർ എടുത്തു, പിന്നെ 2 × 10 × ഹാഫ് എഴുതിയല്ലോ. യെസ്, നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അന്ന് ഒരു ചെറിയ മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 10ന്റെ സ്ക്വയർ എത്രയാ? എല്ലാവർക്കും അറിയാലോ. എത്രയാണ് 10ന്റെ സ്ക്വയർ? 10 × 10 100 ആണ്. അതേ, ഞാൻ സൈഡിലും കൂടി എഴുതിയേക്കാം. 10ന്റെ സ്ക്വയർ 100 ആണ്. പിന്നീട് ഹാഫിന്റെ സ്ക്വയർ ശ്രദ്ധിക്കണം, ഹാഫിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ 1/2 × 1/2. അപ്പൊ മുകളിലത്തെ ന്യൂമറേറ്റേഴ്സും താഴത്തെ ഡിനോമിനേറ്റേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടേണ്ടത് എത്രയാണ്? 1/4 അല്ലേ? എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 1/4 1/2ന്റെ സ്ക്വയർ എടുത്തപ്പോൾ കിട്ടിയെങ്കിൽ വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ അത് കൊടുത്തോ, 1/4. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, ഫ്രാക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. അത് കട്ട് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ട്രിക്ക് നമ്മൾ പഠിച്ചില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ആ ട്രിക്ക് ആരാ പറയാൻ പോകുന്നേ? ആ സൂത്രം ആരാണ് പറയാൻ പോകുന്നേ? ആരാണ് സൂത്രക്കാരൻ? ആരാണ്? അഭിരാം കൃഷ്ണ. ആ, ഇവൻ നേരത്തെ ന്യൂസ് സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ മറ്റവൻ കളിയാക്കണ്ടേ. ഹലോ, പറഞ്ഞേ. ഞാൻ ന്യൂസ് സ്റ്റുഡന്റ്, ഞങ്ങൾക്ക് അറിയാം. ഇവിടെ എത്ര നാളായിട്ടുള്ളതാ? പറ, ക്വസ്റ്റ്യൻ പറഞ്ഞേ. അടുത്ത മൾട്ടിപ്ലിക്കേഷനിലേ നമ്മൾ ഒരു ട്രിക്ക് പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, മൾട്ടിപ്ലൈ ചെയ്യാൻ. അതെന്തായിരുന്നു? ഈ ഒരു പോർഷനില് മൾട്ടിപ്ലൈ ചെയ്താ നീ? കിട്ടി, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. നേരെ മൾട്ടിപ്ലൈ ചെയ്തോ. 2 × 10 20, 20/2 10. അങ്ങനെ കിട്ടിയേ? ആൻസർ എത്ര കിട്ടിയേ? 10 കിട്ടി. ആ, അത് നേരെ 2 × 10 ചെയ്തപ്പോ 20 കിട്ടി. 20യെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ കിട്ടിയേ? ആ, എന്തെങ്കിലും ആവട്ടെ, 10 കിട്ടി. ഓക്കെ, ശരി. എല്ലാവരും കോമൺ ആയിട്ട് ശ്രദ്ധിച്ചേ. സാർ അവന് മ്യൂട്ട് ചെയ്തോ, അവന് ട്രിക്ക് അറിയാൻ പാടില്ല, അവൻ സൂത്രക്കാരനല്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, എങ്ങനെയാണ് മക്കളെ അത് കണ്ടുപിടിക്കുന്നത്? ഇതേ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ആയിട്ട് ഒരു സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി അവരെ വെട്ടിക്കളയാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ആ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ആ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ഒരു സംഖ്യ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ, അവരെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ നമ്മൾ 2 കളഞ്ഞു. ബാക്കി എത്രയുണ്ട് അപ്പൊ ഇവിടെ? 2ഉം 2ഉം പോയി കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ട് ഇവിടെ? ആ, ഒരു 10 ഉണ്ട്, ഒരു 1 ഉണ്ട്. 10 × 1 എത്രയാണ്? 10 തന്നെയാണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും വരുന്നേ? നമ്മളുടെ 100 ഉണ്ട്, നമ്മളുടെ 1/4 ഉണ്ട്, നമ്മളുടെ 10 ഉണ്ട്. അപ്പൊ 100നെയും 10നെയും നമ്മൾ ആദ്യം ആഡ് ചെയ്യാം. 100ഉം 10ഉം കൂടി കൂട്ടിയാ എത്രയാണ്? 100ഉം 10ഉം കൂടി കൂട്ടിയാ നമ്മളുടെ സമിഹ ഫാത്തിമ, അങ്ങനെയല്ലേ പേര്? ആ, യെസ്, 4ാമത്തെ റോയിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആള്. കുട്ടാ, ഫൈനൽ ആൻസർ ഒന്ന് പറഞ്ഞേടാ. 100ഉം 10ഉം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 110. പിന്നെ ആരും കൂടി ഉണ്ട് അവിടെ? 1 ആണോ? 100ഉം പോയി 10ഉം പോയി. ഇനി ആരും കൂടി ഉണ്ട്? 1/4. തെറ്റിക്കരുത് കേട്ടോ. 110 + 1/4 അല്ലെങ്കിൽ ഫൈനൽ ആൻസർ 110 1/4. തെറ്റിക്കരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് എഴുതിക്ക് എല്ലാവരും. അതായത് 110 ഓക്കെ, യെസ്. ശ്രീഹരി, ശ്രീഹരി, ഹലോ. അതെന്തത്? അതൊക്കെ എടുത്ത് മാറ്റി വെച്ചേ. അതാരാണ് ഇപ്പൊ മടിയിൽ ഇറങ്ങിപ്പോയത്? ആ, കൊച്ചിനെ എടുത്ത് മാറ്റി വെച്ചേ. എടാ, പേപ്പർ കീറോ? ഇല്ല ഇല്ല. എന്താണ് പേര് അവന്റെ? അവനാണോ അവളാണോ? അവളാണ്. യെസ്, എന്താണ് പേര്? എന്താണ്? ക്യാരറ്റ്. അതേ വന്നു. അവന്റെ മെയിൻ ആളാന്ന് തോന്നുന്നു അവള്. മാറണില്ല അവന്റെ അടുത്തത്. ഓക്കെ, ഒന്ന് നീക്കി വെച്ചോളൂ കേട്ടോ. അവന് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ഓക്കെ, യെസ്. അപ്പൊ 110 1/4, 110 നമുക്ക് കിട്ടുന്നത് അല്ലേ? കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയില്ലേ? കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയെടുത്ത് എല്ലാവരുടെയും കയ്യിൽ സ്റ്റെപ്പ് ഉണ്ടാവണം. നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ള മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്തെന്നുള്ളതാണ് ഈ സൈഡിൽ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആ ലാസ്റ്റത്തെയും കൂടി എഴുതിയേക്കാം. 2 × 10 × 1/2 ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് മുകളിൽ നിന്നും താഴെ നിന്നുള്ള നമ്പേഴ്സ് കട്ട് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എഴുതിയോ എല്ലാവരും? ഉഷാറല്ലേ? ഓക്കെ ആയിട്ട് കിട്ടിയില്ലേ? സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവർ പണ്ട് റെഡിയാണ് സാറേ, പിന്നല്ല. യെസ്, അടുത്തതും ഇതുപോലെ തന്നെ 25½ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഹോംവർക്ക് ആയിട്ട് ഇട്ടോ. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്ത് പോകാനുള്ള സമയമില്ല. ഓണം എക്സാമിങ് വന്നുട്ടാ. ക്ലാസ് തുടങ്ങിയില്ല, ഇതിന് ഓണം എക്സാം ഒന്നും. ഓണം എക്സാം ഉണ്ട് തവണ ഇല്ലെന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുന്നു കുറച്ച് പേര്. പക്ഷെ ഉണ്ട്.
വെട്ടി ചെയ്യാം നോ പ്രോബ്ലം കേട്ടോ. ആദ്യം അതേ എക്സാമിന് അങ്ങനെ വെട്ടി ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ യെസ്. അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് എഴുതി വെച്ച മക്കളെ. ആറാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 25ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ ഹോംവർക്ക് ആണ് കേട്ടോ. 25 അല്ല 25.5. ആ കഴിഞ്ഞ തവണ 25, ഇത്തവണ 25.5. കൊള്ളാം. അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എഴുതിയോ? കഴിഞ്ഞില്ലേ? യെസ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. സ്ഥലം ഇടണം കേട്ടോ. ഹോംവർക്ക് ചെയ്യാനുള്ള സ്ഥലം അത് തന്നെ മിഡ് ടൈം എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അടുത്തത് 5 1/5 ആണ്. അത് നമുക്കൊന്ന് ചെയ്യാം. കാരണം 1/2 മാറി 1/5 ആയി അല്ലേ. യെസ്. അപ്പോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ 5 1/5നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ആരാണ് പറയാൻ പോകുന്നത് സാറേ? മാനവ്. യെസ് മാനവി പറഞ്ഞേ. 5 1/5നെ നമുക്ക് വെരി ഗുഡ് മിടുക്കൻ സൂപ്പർ. 5 + 1/5 the whole square എന്ന് എഴുതാം അല്ലേ. സൂപ്പർ വെരി ഗുഡ്. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്ക് ഇതിനെ എന്ത് എഴുതണം? ആദ്യം തന്നെ ഇക്വേഷൻ എഴുതണം. എഴുതിക്കോ എല്ലാവരും ഇക്വേഷൻ എഴുതിക്കോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. x + y the whole square is equal to x square plus y square plus 2xy അല്ലെങ്കിൽ a square plus b square plus 2ab. നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ ആണോ? ഇക്വേഷൻ എഴുതിയോ? ഇവിടെ x ഏതാണ് y ഏതാണ്? സാർ ആരാണ് പറയുന്നേ? അലൻ NK. ആ അൺമ്യൂട്ട് ചെയ്തേ. ഹലോ ഹലോ. കണ്ണുരുട്ടി നോക്കാണ്ട് സംസാരിച്ചേ. കണ്ടിപ്പോ തള്ളി പുറത്തേക്ക് വരുമല്ലോ. ഹലോ. ഒയ്യടാ അവൻ നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ. ആ യെസ്. ഇവിടുത്തെ x ഏതാണ്? ഇവിടുത്തെ y ഏതാണ്? ഇത്ര നേരം എഴുതി നോട്ടൊക്കെ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ഒന്ന് സ്ക്രീനിലേക്ക് കാണിച്ചേ. ഇപ്പൊ എഴുതിയത് ഉണ്ടോ നോക്കി സാറേ. അത് ഒന്നുകൂടെ അടുപ്പിച്ച് കാണിച്ചേടാ. അടുപ്പിച്ച് കാണിച്ചേ. കാണുന്നില്ല. കുറച്ചുകൂടി ക്യാമറ അടുത്തേക്ക് നീക്കി പിടിച്ചേ. 25 ഹാഫ്. അത് ഹോംവർക്ക് അല്ലേടാ. അതിന് മുന്നത്തെ ഇപ്പൊ നമ്മൾ ചെയ്തത് എവിടെ ഒന്ന് കാണിച്ചേ. 111/4 എന്ന് ആൻസർ കിട്ടിയത് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒന്ന് ബാക്ക് ക്യാമറയിൽ കാണിച്ചേ. ഇത് 10യുടെ സ്ക്വയർ നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ. ഒന്ന് ബാക്ക് ക്യാമറയിൽ കാണിച്ചേ നോക്കട്ടെ. വേഗം ആവട്ടെ. ബാക്ക് ക്യാമറയിൽ കാണാണ്ട് കുഴപ്പമില്ല. ഒന്നുകൂടി ഫ്രണ്ടിൽ കാണിച്ചു നോക്കട്ടെ. 111/4 ഉണ്ടോ? ആ 10 സ്ക്വയർ കാണുന്നുണ്ട്. അല്ലല്ല എടാ ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ അല്ലേടാ. ഒന്ന് മുന്നേ ഒന്ന് അവർക്ക് കൊടുക്കാമോ? യെസ്. ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കാട്ടോ. അവനൊന്ന് നോട്ട് വരുന്നു നോക്കിയേക്കണേ. അലൻ എനിക്ക്. ഓക്കെ ഫൈൻ. അപ്പോ നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. 5 1/5 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. x ഏതാണ് y ഏതാണ്? അടുത്ത ആൾ വിളിക്കാം. ആരാണ്? അമീൻ. യെസ് കുട്ടാ പറഞ്ഞേ. x ഏതാണ് y ഏതാണ്? ഹലോ. ആ x ന്റെ വാല്യൂ ഏതാ? x 5 y ഏതാ? y 1/5. 1/5. അങ്ങനെയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. 5 + 1/5 the whole square is equal to നമുക്ക് എങ്ങനെ എഴുതാം? ഒറ്റ മിനിറ്റ്. 5 square. ഒറ്റ മിനിറ്റ്. 5 + 1/5 the whole square is equal to 5 square plus 1/5 square. 1/5 the whole square. 1/5 the whole square plus 2 into 5 into 1/5. 1/5. മിടുക്കൻ സൂപ്പർ വെരി ഗുഡ്. ഓക്കെ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് പറയാൻ ആരാണ് സാറേ വരുന്നത്? ഫൈനൽ ആൻസർ പറയുന്ന ആളാരാണ്? പാർത്ഥേവ്. പാർത്ഥിവേ. അയ്യോ എന്നെയോ. എടാ അൺമ്യൂട്ട് ചെയ്യണം.
പാർത്ഥിവേ ചെയ്ത് കഴിഞ്ഞോ? ചെയ്യണുള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാമോ? 5ന്റെ സ്ക്വയർ പറഞ്ഞേ. 5ന്റെ സ്ക്വയർ എത്രയാവും? 25. ഓക്കെ. ഇനി 1/5ന്റെ സ്ക്വയറോ? 1/10 ആണോ? 1/5 into 1/5 എത്ര കിട്ടും? 1/25. ഓക്കെ, മിടുക്കൻ. ഇനി അടുത്ത നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടുമല്ലോ. എത്രയാണ് ആൻസർ വരാം? 2. മിടുക്കൻ, സൂപ്പർ. 5ഉം 5ഉം കട്ട് ചെയ്ത് കളഞ്ഞു വരുന്ന ടാറ്റ വന്നേ. കട്ട് ചെയ്താണ് ചെയ്തത് എന്നുള്ള ഒരു ടാറ്റ വന്നേ. വെരി ഗുഡ്, സൂപ്പർ. പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഓക്കെ, ഇത് കൊള്ളാം, അടിപൊളി. സാറേ ആ മുകളിൽ ഇരിക്കുന്ന ആളെന്ന് വിളിച്ചേ. നമ്മളിതിലില്ല, കണ്ടാ മതി എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുന്നു. ആയുഷ്, ആയുഷേ എന്നാ പറ്റിയടാ? എന്ത് പറ്റി? അഡ്മിറ്റ് ചെയ്ത് കരയില്ലേ? നീ പറ. ഇപ്പൊ കരയോല. എന്ത് പറ്റി? ഒരു സങ്കടം തോന്നണേണ്. ഓക്കെ, ആൻസർ കിട്ടിയോ? ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടിയോ? കിട്ടി. ഫൈനൽ ആൻസർ ഒന്ന് പറഞ്ഞേ. എത്ര കിട്ടിയേ? എത്രയാണ്? 25 1/25. അപ്പൊ നമുക്ക് 2 കൂട്ടണ്ടേ? 27 1/25. ഓക്കെ, മിടുക്കൻ. ഉഷാറായിട്ടിരിക്കുന്നേ. ആ, അവനിങ്ങനെ തന്നെയാണല്ലേ, അവൻ ആള് പുലിയാണ്. ഓക്കെ, യെസ്. എല്ലാവർക്കും കിട്ടിയോ? 27 1/25 കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. സ്വന്തമായിട്ട് ചെയ്ത് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? യെസ്, കിട്ടി. ഓക്കെ, ഒന്ന് നോക്കിക്കേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ 1/5 വെച്ച് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്? നേരത്തെ 1/2 ആയിരുന്നു. അപ്പൊ എല്ലാത്തിലും 1/4 1/4 എന്ന ആൻസറിലേക്ക് വരും. പക്ഷെ ഇവിടെ എന്താണ്? 1/5 സ്ക്വയർ എടുത്തതുകൊണ്ട് 1/25 ആയിരിക്കും ആൻസറിലേക്ക് വരിക. അത്ര വ്യത്യാസമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെയാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ആൻഡ് വെട്ടിക്കളയുന്ന കാര്യം മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. വെട്ടിക്കളഞ്ഞത് പിടി കിട്ടാത്തവരൊന്ന് ശ്രദ്ധിച്ചോളൂ. ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കൂ കേട്ടോ. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്തത്? 2 into x into y ആണ് ചെയ്യേണ്ടത്. 2 എടുത്തു, എക്സിന്റെ വാല്യൂ 5 കൊടുത്തു, വൈന്റെ വാല്യൂ 1/5 കൊടുത്തു. അപ്പൊ നീ നോക്കി, നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് നമ്പേഴ്സ് ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ. അത് ആരാ? ആദ്യം നമ്മുടെ 5 ഇവിടെ ഡിനോമിനേറ്ററിലുണ്ട്, ഇവിടെ ന്യൂമറേറ്ററിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ടുപേരും കോമൺ ആയിട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ കട്ട് ചെയ്ത് കളയാം. സിമ്പിൾ ആയില്ലേ? സോ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? യെസ്. അത് തന്നെ, വെട്ടാനാണ് അവിടെ. അത് തന്നെ. 6ന് പകരം 5 ആണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ നിഹാലെ. 1/5 പകരം 1/6 എന്നാണോ? നോക്കാം. വേറെ നമ്പർ ആണെങ്കിൽ വെട്ടാൻ പറ്റൂല കേട്ടോ. ഒരേ നമ്പർ വരണം കേട്ടോ. കിട്ടിയോ സാറേ? രണ്ടും ഉണ്ടല്ലേ? 2 പേരും ഉണ്ട്. കിട്ടിയോ? നിഹാല ചോദിച്ചോടോ. ടീച്ചറെ, ഈ 5ന് പകരം 6 വന്നിട്ട് 1/5 വരെയാണെങ്കിൽ എങ്ങനെ ഒരേപോലെ? അതായത് ഇവിടെ 6 വരികയാണെങ്കിൽ എന്നാണോ? ഫോർ എക്സാമ്പിൾ ഇവിടെ 6 വന്നു, അപ്പൊ വെട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. 2 into 6 into 1/5. അതായത് 2 into 6 ചെയ്യുക. അത് എത്ര? 12 അല്ലേ? 12 into 1/5. അതായത് 12/5 ചെയ്യണം. പിടികിട്ടിയോ? മനസ്സിലായോ? നോർമലി ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. കോമൺ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. ഒരേപോലത്തെ നമ്പർ മുകളിലും താഴെയും വരണം. മുകളിൽ മാത്രം വന്നിട്ട് കാര്യമില്ല കേട്ടോ. ന്യൂമറേറ്ററിൽ മാത്രം വന്നിട്ടും കാര്യമില്ല, ഡിനോമിനേറ്ററിൽ മാത്രം വന്നിട്ടും കാര്യമില്ല. ഒരെണ്ണം മുകളിലാണെങ്കിൽ ഒരെണ്ണം താഴെ ഇരിക്കണം. മനസ്സിലായെങ്കിൽ ടാറ്റ വന്നേ. തെറ്റിച്ച് വെക്കരുത് കേട്ടോ. സിമ്പിൾ ട്രിക്ക് അറിയാവുന്നവരെ തെറ്റിച്ച് വെക്കരുത്. ഓക്കെ, യെസ്, ഫൈൻ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റേ. വായിച്ച് റെഫർ ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ എല്ലാവരും എഴുന്നേറ്റേ. റെഡി? ഓക്കെ, യെസ്. ഇത് നമ്മൾ പുതിയൊരു സ്റ്റെപ്പാണ് ഇറക്കാൻ പോണേ. കസേരക്ക് ഒന്ന് നീക്കിട്ടെ. ഓക്കെ, യെസ്. ഇത് പൊളിക്കും. എടാ എണീക്കണോ? നെഹ്ല, എന്താണ് എന്റെ സ്റ്റെപ്പ് താല്പര്യമില്ല? എണീച്ചേ. എല്ലാവരും എഴുന്നേറ്റേ. ഓക്കെ, ഇതിനിപ്പോ കാല് മൂവ് ചെയ്യണേ. പക്ഷെ കാല് കാണാൻ പറ്റില്ല. സാരില്ല. നമ്മളിതേ മറ്റേ സംഭവം. എമിലിൻ, എല്ലാവരും എഴുന്നേറ്റേ. കിടിലൻ വാമപ്പ ഉണ്ട്. എല്ലാവരും എഴുന്നേക്ക്. മിസ്സായി പോലെ. എമിലി, അഭിനന്ദേ അത് കഴിഞ്ഞിട്ട് എഴുതാ. എണീക്കി. എന്താണ് നീ ഇങ്ങനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാതെ?
ക്വസ്റ്റ്യൻ ഒക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. പറഞ്ഞു തരില്ലേ? ആ അർജുനെ പറഞ്ഞു വിടണോ ഞാൻ ഇവിടെ എനിക്ക്? ആ എല്ലാവരും എഴുന്നേറ്റേ. ഇർസാനെ ആ ഓക്കെ റെഡി? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ യെസ്. നമ്മള് ഇപ്പോ കാല് അടുപ്പിച്ച് വെച്ചേക്കാണെങ്കിൽ ഞാൻ പറയുമ്പോ കാലകത്തിയിട്ട് കയ്യും അകത്തണം കേട്ടോ. ഓക്കെ, അതായത് 2 കൈയും അകത്തണം, 2 കാലും അകത്തണം. മനസ്സിലായോ? സിയ എഴുന്നേറ്റേ. സെപ്പറേറ്റ് വിളിക്കണോ ഇനി? സിയ പൊങ്ങിക്കോ പൊങ്ങിക്കോ. ഇനി വിളിക്കണ്ടോ സാറേ, സ്പോട്ട് ചെയ്ത് വെച്ചാൽ സാറേ. ഓക്കെ റെഡി? ആ അപ്പൊ കൈയും അകത്തണം, കാലും അകത്തണം കേട്ടോ. തുടങ്ങിക്കോ. ആ കാലും അകത്തണം കേട്ടോ. ആ ഇനി ഇങ്ങനെ, ഇനി അടുപ്പിക്കുക, കാലടുപ്പിക്കുക, കൈ അടുപ്പിക്കുക. ആ ഒന്നുകൂടി, കൈയകത്ത കാലകത്ത, വീണ്ടും കാലടുപ്പിക്കുക, കൈ അടുപ്പിക്കുക. ആ റിപ്പീറ്റ്. എടാ ഇരുന്ന് ചെയ്യലടി, എണീക്കടാ ഷഹബാസേ. ഷഹബാസേ ഓടിക്കും ഞാൻ ഇവിടുന്ന്. എണീസേ എണീസേ. അതെ സംഭവം ഞാൻ ടോപ്പിന്റെ കൈ കയറ്റുന്നാണെങ്കിലും അവരൊന്ന് പേടിപ്പിക്കാലോ സാറേ. ഓക്കെ യെസ്. കൈയകത്ത കാലകത്ത, വീണ്ടും അടുപ്പിക്കാം. ഒന്നുകൂടി കയ്യും കാലും കേട്ടോ. കാല് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. യെസ് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത എല്ലാവരും. ഓക്കെ യെസ് ഫൈൻ. ഇനി വലത്തേ കൈ പുറകിലോട്ട് ഇറക്കിക്കേ. വലത്തേ കൈ ഇനി വിളിക്കണ്ട, നമുക്ക് അവരെ എണീപ്പിച്ചെടുത്തിയായിട്ട് സാറേ. വലത്തേ കൈ കേട്ടോ, വലത്തേ കൈ ഒന്ന് ബാക്കിലോട്ട് ഇറക്കി. നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ ഇനി ഇടത്തേ കൈ, ഇടത്തേ കൈ, ഇടത്തേ കൈ ഒന്ന് ബാക്കിലോട്ട് ഇറക്കേ. ഓക്കെ യെസ്. 2 ചാട്ടം ചാടിയേ, 2 ചാട്ടം ചാടിയേ, 2 ചാട്ടം. ആ ഓക്കെ എങ്ങനെ ചെന്ന് ഇടിക്കല്ലേ ഉണ്ടാ, പതുക്കെ ചാടിയാതെ. എടാ അങ്ങനെയൊന്നും ചാടല്ലേ ഇടാൻ എന്തോ. ആ പതുക്കെ ചാടിയാ മതി. ഓക്കെ യെസ്. അവിടെ ഇരുന്നോ. ദേഹത്തിന് പരിക്കില്ലാതെ ചാടണം. ആ ദിസ് ഈസ് സുംബ ഡാൻസ്, പിന്നല്ല. വിളിച്ചോ സാറേ, ഇത് കൊള്ളാം, പിന്നല്ല. എന്റെ അടുത്ത കളി വിളിച്ചോ. കിട്ടിയില്ലേ ആൾക്കാര്? ഇരുന്നോ ഇരുന്നോ. കുറെ പേര് ഇരിക്കണില്ല, കുറെ പേര് എണീക്കണില്ല. റെഡി അല്ലേ? ആ അപ്പോ ഇനി വിളിക്കുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം കേട്ടോ. എണീക്കാൻ പറ്റാതിരുന്ന കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ആണ്. ഓക്കെ കാർത്തിക് ടിയേഴ്സ്, കാർത്തികേ എഴുന്നേറ്റേ. സാനിയ മരിയ ആൻഡ് ലിയ. ഒരു മിനിറ്റ് എണീച്ചെന്നേ 3 പേരും. മാമ പെയ്തപ്പോ എണീക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ എണീച്ചോ. കാർത്തിക് എന്താണ് പ്രശ്നമുണ്ട്? എന്തെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തവൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. കാലിന് വയ്യ, അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്? ഹലോ ഓക്കെ ബാക്കി 2 പേരും 1 മിനിറ്റ് അവിടെ നിൽക്കട്ടാ. ഓക്കെ ശരി 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 ശരി. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ശരി. സാനിയ വീഡിയോ ഓഫ് ചെയ്ത് പോയോ? ഓക്കെ യെസ്. വീഡിയോ ഓൺ ആക്കിയിട്ട് അവിടെ നിന്നേടോ. ആ മര്യാദയ്ക്ക് നേരത്തെ എണീച്ചാൽ മതിയായിരുന്നു. എല്ലാവർക്കും ഡൗട്ട് ഇത് എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. എണീക്കാത്തവരെ സെപ്പറേറ്റ് എണീപ്പിച്ചു കൊടുക്കും. ഓക്കെ യെസ്. എന്താണ് ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നല്ലോ? ഒരാൾ യെസ്. ആ ആര്യലക്ഷ്മി എന്താണ്? ആര്യലക്ഷ്മി എന്താണ് ഡൗട്ട്? എന്നിട്ട് വേണം നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ. ഏതാടോ ഇക്വേഷൻ? അതിന്റെ സ്കൂളില് x+1/x ആണ്. x+1xോ? x+1/x whole square. x+1/x. ഇത് കഴിഞ്ഞ ക്ലാസ്സിലും ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുഴപ്പമില്ലടോ, അങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് കിട്ടും കേട്ടോ. ആര്യലക്ഷ്മി എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചില്ലേ? അതിനകത്തും അങ്ങനെ 1/2 അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുകയല്ലേ ഇവരൊക്കെ. 1/5 എന്നും 1/2 എന്നും പറഞ്ഞു ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുകയല്ലേ. അപ്പൊ അതിനെ 1/x ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലൊക്കെ ആൻസർ ഒന്ന് തന്നെയാണ് കേട്ടോ. ആ കുഴപ്പമില്ല, അത് ചെയ്തോ. ആൻസർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ യെസ്. ആ നിഹാലിനെ എടിപ്പിച്ചെടുത്തതാണോ? അവിടെ നിന്നായിരിക്കും ചിലപ്പോ. ഓക്കെ ഫൈൻ. ആ ഞാൻ നേരത്തെ എണീക്കാൻ പറഞ്ഞവരിരുന്നോളൂ കേട്ടോ. ആൻമരിയ ആൻഡ് സാനിയ അല്ലേ? ഓക്കെ ഇരുന്നോളൂ. ഫൈൻ. ആ ബാക്കിയുള്ളവരുടെ ഡൗട്ട് ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാവേ. ആരും കുറച്ച് പേര് വിളിക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, പേടിക്കണ്ട. എല്ലാം ക്ലിയർ ചെയ്തിട്ടല്ലേ ഞാൻ പോകുള്ളൂ.
ഓക്കെ യെസ്, കുഞ്ഞു ഡൗട്ട് വലിയ ഡൗട്ട് ഒക്കെ ഇനി ലാസ്റ്റ് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ യെസ്, നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുവാണ്. സെയിം പേജ് 40 പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് വലിപ്പത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവേ. ശ്രദ്ധിച്ചേ. ഇൻ ദ ജനറൽ ഐഡന്റിറ്റി ഓൺ ദ സ്ക്വയർ ഓഫ് എ സം ഓഫ് ടു നമ്പേഴ്സ്, what special case do we get by taking one of the numbers as 2? നോക്കിക്കേ, അതാണ് ഇവിടുത്തെ പരിപാടി. നമ്മളിപ്പോ ഇവിടെ രണ്ട് നമ്പേഴ്സ് എടുത്തില്ല. അതായത് ഇപ്പൊ 25 എടുക്കാൻ നേരത്ത് 20 + 5 എന്ന് എടുത്തു. ഇനിയിപ്പോ 33 എടുക്കാൻ നേരത്ത് 30 + 3 എന്ന് എടുത്തു. നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുവാണ്, ഇതുപോലെ സം എടുക്കുന്ന സമയത്ത് ആരും ഇപ്പൊ എഴുതലേട്ടാ, ശ്രദ്ധിച്ചിരിക്കാം. കുറച്ചേരം എഴുതുന്ന തിരക്കിലാണല്ലോ. ആദിത്യം എന്താണ് പേജ് നമ്പർ ഇടണം? ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, ചിരിക്കണോ ഈ സാർ എന്നിട്ട് വിളിച്ചപ്പോ. ഓക്കെ, അപ്പൊ ഇതുപോലെ സമ്മാക്കി എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സംഖ്യ 2 ആണെന്ന് വിചാരിക്കാം. എന്താണ്? ഏതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾ എപ്പോഴും 2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. പിടികിട്ടിയോ? അതായത് എപ്പോഴും ഒരു സംഖ്യ, അതായത് ഈ രണ്ടാമത്തെ ചെറിയ സംഖ്യ 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓൾജിബ്രിക് ഇക്വേഷൻ, നമ്മളിപ്പോ പഠിച്ച x+y² പോലെ മറ്റൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കി എടുക്കണം. പിടികിട്ടിയോ? പറഞ്ഞ കാര്യം പിടികിട്ടിയെങ്കിൽ ഒന്ന് ഡാറ്റ തന്നേ. യെസ്, അതാണ് ഇവിടെ പറയുന്നത്. തുകയുടെ വർഗത്തെ കുറിച്ചുള്ള പൊതുതത്വത്തിൽ ഒരു സംഖ്യ 2 എന്നെടുത്താൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒരു സംഖ്യ എപ്പോഴും 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടുന്ന ഉപതത്വം എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. ചെയ്ത് നോക്കിയാലോ? നമുക്ക് എന്നാ ചെയ്ത് നോക്കാം. യെസ്, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം കേട്ടോ. 7:10 ഒരു 5-6 മിനിറ്റിനുള്ളിൽ ബ്രേക്ക് തരാം. ഓക്കെ, കുറച്ചേരം ബ്രേക്ക് ആലോചിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പൊ ഒരു നമ്പർ എന്തായിരിക്കണം എന്ന് പറഞ്ഞേ ആൻലിയ? ഒരു നമ്പർ എന്തായിരിക്കണം? സോറി സാർ, ആൻലിയെ ഞാനിപ്പോ മുകളിൽ കണ്ടു, അതുകൊണ്ടാണ്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതായിരിക്കണം. ഇപ്പൊ എണീപ്പിച്ചിരുത്തിയ ആളല്ലേ? അതെ അതെ, ഞാൻ വേറെന്തോ പേര് ആൻമിരിയെന്ന് ഞാൻ പക്ഷെ വിളിച്ചത്. സോറി. അതെ അതെ, ഓർമ്മയുണ്ട്. പറഞ്ഞേ, ഒരു നമ്പർ എന്തായിരിക്കണം? 2 ആയിരിക്കണം. അല്ല, താങ്കൾ എന്താണ് എണീക്കാതിരുന്നത്? അതൊന്ന് ഞാൻ ചോദിക്കട്ടെ. ശരി, 2. അതൊക്കെ. താങ്കൾ എന്താണ് എണീക്കാതിരുന്നത്? ദേ പോയി. ടിഷ്യൂ ആണോ? തലവേദനയായിരുന്നു. എന്നാലും കുറച്ചേരം എണീച്ചേക്കായിരുന്നില്ലേ? പോട്ടെ, ശരി. അപ്പൊ നമുക്ക് എഴുതാം, ഒരു നമ്പർ എപ്പോഴും 2 ആയിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് എഴുതാവേ. ആദ്യത്തെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതുവാണ്. x+y² ആരും ഇപ്പൊ എഴുതണ്ട, ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ. ഹെലൻ മരിയ, x² + y² + 2xy. ഇതാണ് നമ്മളുടെ കോമൺ ഇക്വേഷൻ ആണല്ലോ. അത് സമ്മതിച്ചെങ്കിലും ഡാറ്റ വന്നേ. അത് ഓക്കെ അല്ലേ? നമ്മളുടെ കോമൺ ഇക്വേഷൻ ഇതാണ്. പക്ഷേ നമ്മൾ ഇത്തവണ മാറ്റാൻ പോകുന്നതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എന്തായാലും 2 ആയിരിക്കണം അല്ലേ. അപ്പൊ നമ്മൾ എഴുതുവാണേ x+2² എന്നാണ് നമ്മളുടെ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. എന്താണ് നമ്മൾ എഴുതിയ ഇക്വേഷൻ? x+2². അതെന്താ ശബരിനാഥൻ അങ്ങനെ എഴുതിയത്? സാറേ, ശബരിനാഥനെ കണ്ടായിരുന്നു, ഒന്ന് വിളിക്കോ? ഹലോ, എന്താ നമ്മൾ x+2² എഴുതിയേ? ചുമ്മാ ഒരു രസത്തിന് എഴുതിയതാണോ? കണ്ട അല്ല, പിന്നെന്താ? ടു എടുത്തത് എന്താ? നമ്മളുടെ ക്വസ്റ്റ്യനില് പറയുന്നുണ്ട് 2 എടുക്കാൻ അല്ലേ? അത് പറ. എന്താ മിണ്ടാതിരിക്കുന്നേ? എന്താണ്? ഓക്കെ, ശരി, എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 എടുക്കണം. നമ്മൾ 2 സംഖ്യകളുടെ സം ആയിട്ട് എഴുതുമ്പോൾ ഒരു നമ്പർ എല്ലായ്പ്പോഴും 2 ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? അതായത് മുകളിലത്തെ ഇക്വേഷൻ മനസ്സിൽ വെക്കുക, അത് വെച്ചിട്ട് ഇത് ചെയ്യാം. ഓക്കെ സാർ, വിളിച്ചോളൂ. അലീന ബിജു. എടാ, കഴുത്തിന് എന്ത് പറ്റിയടാ? പെടലി വേദന ഉണ്ടോ? അല്ല, ഹലോ. എന്താണ്, പെടലി വേദന ഉണ്ടോ? ഞാൻ കാര്യത്തിൽ ചോദിച്ചാ, കളിയാക്കിയതല്ല. ഉണ്ട്. ഓക്കെ, കഴുത്ത് വേദന എടുക്കും. ഓക്കെ, ശരി ശരി, പറഞ്ഞോടാ. നമ്മളുടെ x² എന്ന് പറയുമ്പോ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആളാരാ? നമ്മളുടെ എക്സിന്റെ സ്ഥാനത്ത് സംശയം ഇട്ടത് കണ്ടപ്പോ. നമ്മളുടെ ഈ ഇക്വേഷൻ
ഇക്വേഷനില് എക്സ്, അതിന്റെ സ്ഥാനത്ത് താഴ്ത്തി കിടക്കുന്ന ആളാരാ? ടു ഐന്റെ സ്ഥാനത്തല്ലേ കിടക്കുന്നേ? ടു ഐന്റെ സ്ഥാനത്തല്ലേ കിടക്കുന്നേ? അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ആളാരാ? പറ, കറക്റ്റ് ആണ്. എക്സ്. എനിക്ക് മനസ്സിലായി. എക്സ് തന്നെ വരൂ എക്സിന്റെ സ്ഥാനത്ത്, അതാണ് ആലോചിക്കുന്നത്. അപ്പൊ കൺഫ്യൂഷൻ ആയി, അപ്പൊ അത് പറയുന്നില്ല. കറക്റ്റ് ആണ്, എക്സ് തന്നെയാണ് കിടക്കുന്നത്. എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ് കിടക്കുന്നത്. വൈന്റെ സ്ഥാനത്തോ? എല്ലാവരും ഒന്ന് കൈ കൊണ്ട് കാണിച്ചേ. വൈന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണപ്പോ? ആ, 2 ആണല്ലേ? യെസ്, 2 ആണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാലോ, നമ്മളുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്ക്. ഓക്കെ സാർ, വിളിച്ചോളൂ. ആരാണ് വരുന്നത്? സാരംഗ്. സാരംഗ് പറഞ്ഞേ, നമ്മളുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞേ. ഹലോ, ഇതിന്റെ തന്നെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. ടു സ്ക്വയർ പ്ലസ് ടു. വെരി ഗുഡ്, മിടുക്കൻ. യെസ്, എല്ലാവരും ഇതിന്റെ കോമൺ ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിച്ചേനി. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് കിട്ടുന്നത്? അതിന്റെ ആ ഒരു ഫോം എങ്ങനെയാണ്? നമുക്കത് ഈ ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ജനറൽ ഐഡന്റിറ്റി എന്തായിരിക്കും എന്നാണ് അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യെസ്. വേഗം കണ്ടുപിടിച്ച് ഞാൻ ചോദിക്കുന്ന ആൾ പറയണം കേട്ടോ. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? വിളിച്ചോ? ദേ നമ്മളുടെ ഗൗരിനന്ദ പറയോ അതിന്റെ ആൻസർ? ഗൗരിനന്ദ ദേ മുകളിലിരിക്കുന്നു. ഹലോ, ഹലോ, എങ്ങനെയാണ് ആൻസർ? എത്ര കിട്ടിയ ആൻസർ പറഞ്ഞേ, കേക്കട്ടെ ഞാനൊന്ന്. കിട്ടിയിട്ടില്ല. നമുക്കൊന്ന് ചെയ്യാം. എക്സ് സ്ക്വയറിനെ നമ്മൾ ചെയ്യാനായിട്ട് എക്സ് സ്ക്വയർ തന്നെയാണ് കിട്ടുക. 2ന്റെ സ്ക്വയറോ? 4. ഇനി 2 into x into 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ 2 into 2 ചെയ്യാം. 2 into 2 എത്രയാ? 4 ആണ്. 4 into x എത്ര വരും? അതാണ് 4x ആണ് വരിക കേട്ടോ. ഞാൻ ഒന്നുകൂടി എഴുതാം. ഞാൻ താഴത്തേക്ക് ഒന്നുകൂടി എഴുതാം കേട്ടോ. നോക്കിക്കേ, 2 into x into 2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? 2 into 2 ചെയ്യും. നോക്കിക്കേ, ഞാൻ ഇവിടെ എഴുതാം. 2 into 2 into x ചെയ്യും. 2 into 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into x എന്ന് പറഞ്ഞാൽ 4x തന്നെയാണ്. 4x കൃത്യമായിട്ട് ആദ്യം തന്നെ കിട്ടിയവരെന്ന് ടാറ്റ വന്നേ. 4x ആദ്യമേ കിട്ടിയവരെന്ന് ടാറ്റ വന്നേ. യെസ്, വെരി ഗുഡ്, സൂപ്പർ. അപ്പോ x സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x ആണ് നമ്മളുടെ പുതിയ ഇക്വേഷൻ. ക്ലിയർ ആണോ? ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, എല്ലാവരും എഴുതിയെടുത്തേ അതിന് മുന്നേ, എന്നിട്ട് ഞാൻ പറയാം. എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x എന്നോ അല്ലെങ്കിൽ 4x പ്ലസ് 4 എന്നോ എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓക്കെ. ജോഷ്ന എഴുതിയോ? ജോഷ്ന എഴുതി. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ് എന്ന് നമുക്ക് അറിയാം, ആണല്ലോ? അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ 2 ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ മാറൂലേ? അതായത് y വരാൻ പാടില്ല, yക്ക് പകരം 2 ആണ് വരേണ്ടത് എങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം എങ്ങനെ മാറ്റും എന്നാണ് ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക എഴുതുമ്പോൾ നമുക്ക് എന്താണ് a പ്ലസ് ബി ഒക്കെ എഴുതാട്ടോ, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല സൗപർണിക. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് എക്സും വൈയും വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ x പ്ലസ് 2ലേക്ക് മാറ്റാൻ പോവാണ്. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാം? എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് ഇവിടെ ആര് തന്നെയാ? എക്സ് തന്നെയാണ്. അത് കാണുമ്പോൾ ആർക്കും സംശയം തോന്നരുത് കേട്ടോ. ആദ്യം സംശയം തോന്നിയ ആൾക്കാർക്ക് ടാറ്റ തന്നേ. എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ വരും ഒന്ന് ആലോചിച്ച ആൾക്കാർക്ക് ടാറ്റ തന്നേ. എടാ ടാറ്റ താടാൻ ആലോചിച്ചവരുണ്ടെങ്കിൽ ഉണ്ട്, എനിക്കറിയാം കുറച്ചു പേര് അങ്ങനെ ആലോചിച്ചു, അങ്ങനെ വരും, അത് തെറ്റല്ലേ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുമല്ലേ? പക്ഷേ നമ്മളുടെ ആൻസർ ആണ് കറക്റ്റ്. നമ്മുടെ കറക്റ്റ് ആയി അല്ലേ? യെസ്, അത് തന്നെ, പിന്നല്ല നമ്മളോടാ കളി. എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ് വന്നത്.
വന്നത്. പിന്നെ ഇവിടെ വൈന്റെ സ്ഥാനത്തോ വൈന്റെ സ്ഥാനത്ത് 2 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മളുടെ എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, വൈ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അതിവിടെ ഞാൻ ബാക്കി മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ കൊടുക്കാം. വൈന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? വൈ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ വൈന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 സ്ക്വയർ എന്ന് വേണം കൊടുക്കാനായിട്ട്. ഇനി 2 into x into y വരുമ്പോഴോ 2 into എക്സിന്റെ സ്ഥാനത്ത് ആര് വരണം? എക്സ് വരെ ഞാൻ തിരിച്ചെഴുതാവേ. എക്സിന്റെ സ്ഥാനത്ത് ആര് വരണം? എക്സ് തന്നെ വരണം. വൈന്റെ സ്ഥാനത്ത് 2 വരണം. ഇനി നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2വിനെയും എക്സിനെയും അടുത്തടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ 4 into x 4x എന്നല്ലേ വരുള്ളൂ. ഇവിടെ കുറെ പേര് 4x into 4 ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കണം. എന്താ ആദ്യം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. കുറച്ചു നേരമായി എന്തോ ചോദിക്കുന്നുണ്ടല്ലോ. അഭിനന്ദു ആ സെയിം ഡൗട്ട് ചോദിച്ചു അല്ലേ? DHA ഓക്കെ, എന്താണ് 4x into 4 എന്ന് കുറച്ച് പേര് ഒന്നിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ തരാണോ? അല്ല അല്ല x square plus 4 plus 4x ഇല്ലേ? അപ്പൊ 4 plus 4 ചെയ്യാൻ പറ്റിയ? നോ 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 അതാണ് എല്ലാവരും ചോദിക്കുന്നല്ലേ. ഇല്ല അത് പറ്റൂല കേട്ടോ. 4 plus 4x ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. അതെ അരുത് 4x plus 4x രണ്ടിലും x ഉണ്ടായിരുന്നേ നമുക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. അവൻ ചോദിച്ചതിൽ ഒരു സംശയം, അത് കറക്റ്റ് ആണല്ലേ. 4x രണ്ടിലും x ഉണ്ടായിരുന്നേ നമുക്ക് 4 into 4 8 അല്ലേ. അപ്പൊ 8x എന്ന് കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ? x ഉള്ളൂ. ഇവിടെ x ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ കൂട്ടാൻ പാടില്ലാണ്ട് ആരെങ്കിലും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. 4x plus 4x എന്ന് എഴുതാൻ പാടില്ല. പക്ഷെ മെസ്സേജ് അയച്ചത് എല്ലാവരും 4x into x എന്നാണല്ലോ. അല്ല 4x into 4 എന്നാണ് കുറച്ച് പേര് മെസ്സേജ് അയച്ചേക്കണം. അതാണ് എനിക്ക് സംശയം ഇൻറ്റു എന്ന് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോ നമ്മുടെ കോമൺ ഇക്വേഷൻ എഴുതി വെച്ച എല്ലാവരും x plus 2 the whole square is equal to x square plus 4 plus 4x. ഇനി അത് a plus b വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അവരുടെ ആൻസർ a square plus 4 plus 4a എന്നായിരിക്കും. a വെച്ച് ചെയ്തവരൊന്ന് ടാറ്റ് തന്നെ. a വെച്ച് ചെയ്തവരുടെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ, a square plus 4 plus 4a ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതൊന്ന് ബോക്സിലാക്കി വെച്ചേ മക്കള്, ബോക്സിലാക്കി വെച്ചേ. ഓക്കെ, എന്നാ ബ്രേക്ക് കൊടുക്കാം അല്ലേ സാറേ? ഓക്കെ, യെസ്, ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. സ്പീഡ് ആവട്ടെ. എടാ ബുക്ക് കറക്കി കളിക്കലേടാ. ബുക്ക് എന്താണ് കറക്കിക്കൊണ്ടിരിക്കുന്നത്? ബോർഡ് കാർഡ്ബോർഡ്. വെണ്ടനോ അല്ലല്ലേ, വേറെ ആരണ്ടാണ്. അപ്പൊ കറക്റ്റാ. ഓക്കെ, തുടങ്ങാം നമുക്ക്. എന്നാ കണ്ടിന്യൂ ചെയ്താലോ? റെഡി? ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് പേരോട് ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാന്ന്. റെഡി? ഓക്കെ, സാർ വേഗം വിളിച്ചോളൂ. എന്താണ് പേര്? അലീവിയ. ഓക്കെ, യെസ്. കുട്ടി അൺമ്യൂട്ട് ചെയ്തേടാ. ഹലോ, സംസാരിച്ചേ. ഹലോ, അയ്യോടാ. ഹലോ, സൗണ്ട് ഇഷ്യൂ ആണോ? കേൾക്കുന്നില്ലടാ. കുഴപ്പമില്ല, അടുത്തൊരാളെ വിളിക്കുവാണ്ടോ? ഓക്കെ, യെസ്. ആരാണ് സാർ അടുത്ത്? ആയുഷ്. ആയുഷിനെ നേരത്തെ വിളിച്ചാണ്. എന്നാൽ ഇക്വേഷൻ ഒന്ന് ചോദിച്ചേക്കാം. ആയുഷ് 2 കൈയും സ്ക്രീനിൽ കാണുന്ന പോലെ ഇരുന്നേ. ഒരു കൈ എപ്പോഴും പുറത്താണല്ലോ. ഞാൻ നേരത്തെ നോക്കിയപ്പോഴും പുറത്തായിരുന്നു. പറഞ്ഞേ, ഇക്വേഷൻ പറഞ്ഞേ. x plus y the whole square is equal to x plus y the whole square equals to x square plus y square 2 into x plus y ആണ്. ഒന്നുകൂടി പറഞ്ഞേ. 2 into x അതല്ല, ആദ്യം പോലെ ഒന്നുകൂടി പറഞ്ഞേ. x plus y the whole square equals to square plus b square അല്ല x square plus y square. ബാക്കി x square plus y square. ഓക്കെ, പ്ലസ് 2 into 2 into very good Anusri, super. 2 into x into y. 2
into x into y അല്ലേ വരേണ്ടത്, അല്ലെങ്കിൽ 2xy എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ യെസ് ഓക്കെ, ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഒരു 10 പ്രാവശ്യം ഇക്വേഷൻ ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേ ആയിഷ. ഓക്കെ, അലീവിയുടെ ആയിരുന്നു സൗണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അലീവി ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേടാ ഇക്വേഷൻ. ഓക്കെ യെസ് സാർ, അടുത്ത ആള് ഭവ്യലക്ഷ്മി. ആ a plus b whole square is equal to a square plus b square plus 2. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. യെസ് അടുത്ത ആള് സാറേ, കാണോ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞു. ആയിഷ ഫർഹ. ആ plus b whole square a square plus c square plus 2. ഓക്കെ, ഒരു ഈക്വൽ ടു പറഞ്ഞില്ല, കുഴപ്പമില്ല, സാരില്ല, പോട്ടെ. ഓക്കെ അടിപൊളി. യെസ് അടുത്ത ആള് നമുക്ക് കണ്ണടയ്ക്കാം. ആ ഏബൽ, ഏബലേ ചാടി ചാടി പറഞ്ഞേ. എടാ മ്യൂട്ട് ചെയ്യണോ? ഏബൽ, ഏബൽ ജിജോ. ആ Hello, ഇക്വേഷൻ പറഞ്ഞേ. x square ആദ്യം തൊട്ട് പറ. x square എന്നാ പറ. എക്സ് സ്ക്വയർ plus ആ y square plus ആ 2xy. 2xy. അത് എന്തിന്റെ ഇക്വേഷൻ ആണ് ആക്ച്വലി? അതിന് മുകളിൽ ഒരു സാധനം അല്ല, ആദ്യം ഒരു സാധനം പറയുന്നുണ്ടല്ലോ, അതെന്തുവാ? അത് എന്നോട് ചോദിക്കരുത്, അത് എനിക്കറിയാൻ പാടില്ല. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അങ്ങനെ പറയണോ കേട്ടോ, ഉഷാറായിട്ട്. മിടുക്കരല്ലേ? പിന്നല്ല, സൂപ്പർ. ഓക്കെ, അപ്പോ ബാക്കിയുള്ളവരോട് കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് നേരം ആലോചിക്കണം. മിസ് പറ്റിക്കാണ്, ഞങ്ങളോട് ചോദിക്കണില്ല. ഓക്കെ യെസ്, നമുക്ക് എന്നാ ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ കാര്യങ്ങൾ എല്ലാവരും എഴുതിയില്ലേ? ബോക്സിലാക്കിയോ? ബോക്സിലാക്കിയോ മെൽവിനെ? ആ ബോക്സിലാക്കി. മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിരിപ്പുണ്ട് അവിടെ. ഓക്കെ യെസ്, അപ്പോ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4a. ക്ലിയർ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളുടെ 40ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത അതാ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 3-4 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ യെസ്, എന്താണ്? ദീപ്ത അവിടെ ഇരിക്കൂ. ഇവിടെ പോയതോ? ആ ഇപ്പൊ വന്നുള്ള ദീപ്ത, ശ്രദ്ധിച്ചിരുന്നേ? യെസ്, 22 സ്ക്വയർ. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോ 22ന്റെ സ്ക്വയർ ചെയ്യണം. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ എഴുതിയില്ലേ? കൃത്യമായിട്ട് പേജ് നമ്പർ ഒക്കെ എഴുതിയില്ലേ? പേജ് നമ്പർ 40, ക്വസ്റ്റ്യൻ നമ്പർ 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 22 സ്ക്വയർ. നോക്കാം, വിളിച്ചോ സാറേ. അനന്തകൃഷ്ണ. ആ നേരത്തെ നമ്മുടെ ബെണ്ടന്റെ കാർഡ്ബോർഡ് ഇട്ട് കറക്കി കൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം അനന്തകൃഷ്ണ. കുട്ടപ്പാ പറ, 22 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 20 പ്ലസ് 2. ഒരു പഞ്ച് നോക്കി സാറേ. 20 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ആണല്ലോ. നമ്മൾ ഇപ്പോ എഴുതിയ ഇക്വേഷൻ ആണ് ഇനി എഴുതാൻ പോകുന്നത് കേട്ടോ. അതായത് ഇവിടെ ഒരു നമ്പർ 2 അല്ലേ? ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഒരു നമ്പർ ഇവിടെ 2 അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തൊട്ട് മുന്നേ ചെയ്ത ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇക്വേഷൻ ഉണ്ടാക്കി? ചുമ്മാ രസത്തിനാണോ? അല്ല, ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ യെസ്, അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതാം. എല്ലാവരും എഴുതിക്കേ. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4a. എന്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടും കറക്റ്റ് ആണ്, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, എഴുതിയോ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എടുക്കാം. അതിന് ഞാൻ മറ്റൊരു കളർ എടുക്കുന്നു. 20 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ എക്സ് ഏതാണ്? ഇവിടുത്തെ വൈ, സോറി വൈ എന്ന് വൈയിൽ വരുന്നുള്ളൂ അല്ലേ? എക്സ് ഏതാണ്? നമ്മളുടെ 2 പിന്നെ അവിടെ തന്നെ കിടക്കും. എക്സ് ഏതാണ് ഇവിടെ? എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ ഏതാ? ഒന്ന് കൈകൊണ്ട് കാണിച്ചാൽ മതി എല്ലാവരും. എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആള് മാത്രം മതി. ആ ആൻമരിയും നമ്മളുടെ മറ്റാളുടെ പേര് എന്താണ് സാറേ? കുട്ടന്മാരിൽ ഒരാളുടെ പേര് ആൻമരിയ ആൻഡ് റോസ്മെരിയ. യെസ്, അവർ എന്നെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും കാണിക്കുന്നുണ്ട്. ഓക്കെ, എത്രയാണ്? 20 ആണ് അല്ലേ? 20 ഈസ് ഈക്വൽ ടു, സോറി എക്സ് ഈസ് ഈക്വൽ ടു 20. അതൊരു സൈഡിൽ എഴുതി വെക്കണേ. എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 20 ആണ് അല്ലേ? അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു 20. എക്സ് അല്ലെങ്കിൽ എ രണ്ടും എഴുതിയേക്കാം. ഇനി ഏക്കാർക്ക് ഒരു സങ്കടം വേണ്ട. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? വിളിച്ചോ സാറേ. ആൽക്കാമരിയ. ആ എനിക്കും ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ആൽക്ക. ഇപ്പൊ എവിടെയാണോ? ഹലോ ഹലോ പറയടാ. എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 20 മാത്രമാണോ?
20 square. 20 സ്ക്വയർ പ്ലസ് 2 plus 2 ആണോ? 4. 4 പ്ലസ് 4a. 4 എയോ? A. എന്റെ സ്ഥാനത്ത് എന്താ ഇവിടുത്തെ നമ്പർ? അല്ലെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്പർ ഏതാ? 20. അപ്പോ 4x എന്ന് പറയുമ്പോൾ എങ്ങനെ കൊടുക്കണം? നമ്മൾ നമ്പർ ആക്കി കൊടുക്കുമ്പോൾ 4 into 20. എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ചേ, കുറച്ചവർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. നോക്കിക്കേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. എഴുത്ത് നിർത്തിക്കോ, എല്ലാവരോടും ശ്രദ്ധിച്ചോ. നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 22ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എല്ലാവരും കോമൺ ആയിട്ട് ശ്രദ്ധിക്കാം. എല്ലാവരും കോമൺ ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ, 22ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ 22നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 20 + 2. നമുക്ക് ഇവിടെ 2ന്റെ ആൾക്കാരാണ് വേണ്ടത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും 2ൽ അവസാനിക്കുന്നതായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ 20 + 2 ദ ഹോൾ സ്ക്വയർ എഴുതി. നമ്മളിപ്പോ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത് എഴുതി പെട്ടിയിലാക്കി. x + 2 the whole square is equal to x square plus 4 plus 4x എന്നോ അല്ലെങ്കിൽ a square plus 4 plus 4a എന്നോ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ഇക്വേഷൻ ഒക്കെ എഴുതി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കണോ അല്ലെ? ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചു. ഇനി നമുക്ക് 20 + 2 the whole square കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ ഏതാണ്? അത് ഇവിടെ നോക്കി, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? 20 ആണല്ലേ? അപ്പൊ നമ്മുടെ ഈ ഫുൾ ഇക്വേഷനിൽ എക്സ് എവിടെ വരുന്നോ അവിടേക്ക് ആരെ കൊടുക്കണം? നമ്മുടെ 20 കൊടുക്കണം. പിടി കിട്ടിയെങ്കിൽ ടാറ്റാന്നേ. എക്സ് എവിടെ വരുന്നോ അവിടേക്ക് നമ്മൾ 20യെ പിടിച്ചിടണം. അത് തന്നെ, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമ്മുടെ ആദ്യം എക്സ് വന്നത് എക്സ് സ്ക്വയർ ആയിരുന്നു. എക്സ് സ്ക്വയർ വന്നപ്പോ ഇവിടെ എക്സ് സ്ക്വയർ വന്നു. അപ്പൊ ഇവിടെ എന്ത് വരണം? എക്സ് എന്ന് പറഞ്ഞാൽ 20 അപ്പൊ 20 സ്ക്വയർ വരണ്ടേ? വരണമെങ്കിൽ ഒന്ന് ടാറ്റാന്നേ. അതല്ലേ അതിന്റെ ന്യായം? അതെ, അതാണ് അതിന്റെ ന്യായം. ഓക്കെ, ഇനി അടുത്തത് 4 ആണ്. അതിലൊരു തർക്കമില്ല, 4 തന്നെ വരുള്ളൂ. എക്സ് വന്നിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി അടുത്തത് 4x ആണ് അല്ലേ? അതായത് 4 into x. നമുക്കിവിടെ എക്സിന്റെ സ്ഥാനത്ത് 20 ആണ്, അതുകൊണ്ട് 4 into 20 എന്ന് വരും. കിട്ടിയെങ്കിൽ നമ്മളുടെ ആ ചിഹ്നം ഒന്ന് ഇട്ടേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാറുള്ള സാധനം ഉണ്ടല്ലോ, ടാറ്റയ്ക്ക് പകരം നമ്മുടെ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ, അതല്ല. ഓർമ്മയുണ്ടായിരുന്നവര്? യെസ്, നമ്മുടെ ഹേർട്ടിന്റെ ചിഹ്നം ഒന്നിട്ടേ. ഓ, ഭഗത്തെ ഒന്നിട്ടേ. അവൻ എന്താണ് വെങ്കിൽ ചാടാ? ഓക്കെ, സന്തോഷമായി സാർ എനിക്ക്. ഓക്കെ, യെസ്, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. സാറേ മറച്ചിട്ടല്ലേണ്ടോ? ഓക്കെ ആണല്ലോ. അപ്പോ കിട്ടി. ഇനി നമുക്കത് അപ്ലൈ ചെയ്തോ. ഇനി ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ, സോ സിമ്പിൾ. ഇപ്പൊ കുറച്ചൊരു ഡൗട്ട് ഉണ്ടാവും, മിസ്സേ മറ്റേ രീതിയിൽ ചെയ്താൽ പോരെ, x + y the whole square വെച്ചിട്ട് ചെയ്താലും ആൻസർ കിട്ടൂലേന്ന്. അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഡൗട്ട് ആയിട്ട് ചോദിക്കാൻ ഇരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്, കുറച്ച് പേർക്ക് അത് മനസ്സിൽ കിടക്കുന്നുണ്ട് അല്ലേ? എന്താ സംഭവം എന്നറിയോ? നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഫ്രണ്ടിൽ പറയുന്നുണ്ട് അല്ലേ? നമുക്കൊരു കണ്ടീഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ആൻസർ എന്ത് ചെയ്താലും കിട്ടും. 22 × 22 ചെയ്താലും കിട്ടും, നമ്മുടെ ഇക്വേഷൻ ചെയ്താലും കിട്ടും, ഈ ഒരു ഇക്വേഷൻ ചെയ്താലും കിട്ടും. ആൻസർ എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. പക്ഷേ എന്താണ്, നമ്മളിവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ x + 2ന്റെ ഹോൾ സ്ക്വയർ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി ആൻസർ ചെയ്ത് എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചേ. 20 square plus 4 plus 4 into 20. അയച്ചു കഴിഞ്ഞു. ഓക്കെ, യെസ്. ഡൗട്ട് ഉള്ളൊരു ടൈപ്പ് ചെയ്ത് അയച്ചോടാ. ടൈപ്പ് ചെയ്ത് അയച്ചപ്പോൾ എനിക്കിതൊന്ന് കാണാം. ഡൗട്ട് ഒരാൾ ചോദിച്ച് ഞാൻ വിളിച്ചു വരുമ്പോഴേക്കും ചിലപ്പോ സമയം അത്രയും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരെയും വിളിക്കാത്തത്. അല്ലെ, കുറെ പേര് പരാതി പറയുന്നുണ്ട്. ഡൗട്ട് മിസ് എന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് എന്തായാലും ക്ലിയർ ചെയ്യോടാ. ഓക്കെ, കുറെ പേര് ആൻസർ വരുന്നുണ്ട്. വിളിച്ചോ സാറേ, വിളിച്ചോ. ആമിന, യെസ്, ആമിന കുട്ടി. ഹലോ. അൺമ്യൂട്ട് ചെയ്തേടാ, അൺമ്യൂട്ട് ആവുന്നില്ലേ? ഹലോ ആമിന. ആമിന, നീ മടിച്ചു നിൽക്കണത് എന്താണ്? അൺമ്യൂട്ട് ചെയ്യൂ. പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ലടാ, അടുത്തൊരാളെ വിളിക്കാം. യെസ്, ആരാണ് സാർ? വിജിത. ഇന്ന് ആൽവിനെ പോലെ ഡൗട്ട് മെസ്സേജ് ആയിട്ട് അയച്ചാൽ ഞാൻ പെട്ടെന്ന് ഇടുന്ന ആൻസർ വരാം. വിജിത കുട്ടി, ആൽവിൻ ഒറ്റ മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാടാ. വിജിത അൺമ്യൂട്ട് ചെയ്തേ. വിജിത കേൾക്കുന്നില്ലേ? എന്താണ് ആലോചിച്ച് ഇരുന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അൺമ്യൂട്ട് ചെയ്യാൻ വരുന്നേ? ഹലോ. 20യുടെ സ്ക്വയർ എത്രയാവും? ഹലോ, കേൾക്കുന്നില്ലേ? 400. വെരി ഗുഡ്, മെഡിക്കൽ. 4
20 എത്രയാ? എന്താത്? എടാ കേൾക്കാടാ, പറഞ്ഞോ. ഓക്കെ യെസ്. ഹലോ കേൾക്കാൻ പറ്റും? ഹലോ എനിക്ക് കേൾക്കാം. ഹലോ പറയില്ലേ 4 into 20. 4 into 20. 4 into 20 80. 80. അപ്പൊ ആൻസർ എത്രയാ? ഫൈനൽ ആൻസർ എത്രയാ? 484. വെരി ഗുഡ് മിടുക്കി, സൂപ്പർ. കുറേ പേര് മെസ്സേജ് ചാറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, സന്തോഷമായി എനിക്ക്. ഓക്കെ യെസ്. ഒരാൾ ചോദിച്ചു 4 എങ്ങനെയാണ് വന്നേന്നുള്ളത്. ആ ഒരു ഡൗട്ട് ഉള്ളവരൊന്ന് ഡാറ്റ വന്നേ. 4 എങ്ങനെയാണ്? ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ല, ദേ ഇവിടെ കിടക്കുന്നുണ്ട്. ദേ നോക്കിയേ, 4 നമ്മുടെ ഇക്വേഷനിൽ ഓൾറെഡി ഉള്ള ആളാണ്. മനസ്സിലായോ? പിടികിട്ടിയോ ഡൗട്ട് ചോദിച്ച ആൾക്ക്? 4 ദേ ഇക്വേഷനിൽ ഓൾറെഡി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നുകൊണ്ട് എടുത്തതാണ് നമ്മൾ. അല്ലാതെ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നൊന്നുമല്ല. നമ്മൾ 4 ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ആളാണ് x² പ്ലസ് 4 പ്ലസ് 4x എന്ന് പറയുന്നത്. ആ 4നെയാണ് നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതി ഇങ്ങോട്ട് ഇറക്കി എഴുതി കൂട്ടിയെടുത്തത്. പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ക്ലിയർ ആയോ 4 എവിടെന്നാ വന്നേന്നുള്ളത്? ഓക്കെ, ക്ലിയർ. ഓക്കെ ആണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ? നമുക്ക് സെറ്റ് അല്ലേ? യെസ്. 52² ചെയ്തോട്ടോ. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ഞാൻ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവർ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. സാർ വിളിച്ചോളൂ. ആർദ്ര. യെസ്. ഹലോ ഹലോ ആർദ്ര. സൗണ്ട് ഇഷ്യൂ ആണോ? ഹലോ ഹലോ. സൗണ്ട് കേൾക്കുന്നില്ല ട്ടോ. സൗണ്ട് ഇഷ്യൂ ഉണ്ടല്ലേ? എടാ സൗണ്ടിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടോ? ഒന്ന് ശരിയാക്കണോ കേട്ടോ. ലെന സി ബി. ഓക്കെ, ഒന്നിനൊന്ന്. എടാ പറയടോ ലെന, അൺമ്യൂട്ട് ചെയ്തേ. ലെനക്കുട്ടി അൺമ്യൂട്ട് ചെയ്തേടാ. ഹലോ. ഹലോ. ആ യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? 52² അല്ലേ? ഇതിനെ കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ടോ? കാണാൻ പറ്റുന്നില്ല ഇവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ഓക്കെ ആണ്. അപ്പൊ അവിടത്തെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ലെന റേഞ്ച് ഇഷ്യൂ ഇവിടെ കാട്ടുന്നുണ്ട്. റേഞ്ചിന്റെ ആയിരിക്കും, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കാം. ഓക്കെ 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 യെസ്. സാറേ സ്റ്റാർലെറ്റിനെ ഒന്ന് വിളിച്ചേ. തിങ്ങനെ പാവം കൊച്ചി. ആ മക്കളെ ഇന്ന് 6:30 തുടങ്ങിയതാണ് ഇങ്ങനെ കാണിക്കാനായിട്ട്. 8 മണിയാ പറയുന്നത്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ചോദിക്ക്. അല്ല അത് തന്നെ പറ. 52² എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 50 plus 2 the whole square അല്ലേ? ഓക്കെ, നമ്മളുടെ ഇക്വേഷൻ അപ്പൊ ഒന്ന് പറഞ്ഞേ. x plus 2 the whole square ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. x square plus 4x plus 4x. ഓക്കെ, ഇവിടെ x ഏതാണ്? 50 ആണ് അല്ലേ? വെരി ഗുഡ്, സൂപ്പർ. നമ്മളുടെ x plus 2 അല്ലെങ്കിൽ 50 plus 2 വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ 50 ആണ്. സോ x is equal to 50 ഇങ്ങോട്ട് നീക്കി എഴുതിക്കോ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് കേട്ടോ x is equal to 50 ഇങ്ങോട്ട് നീക്കി എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ യെസ്. സാർ അടുത്ത ആളെ വിളിച്ചോളൂ. കൃഷ്ണവേണി. ആ ഹലോ കൃഷ്ണവേണി, ചെയ്ത് കഴിഞ്ഞോ? അൺമ്യൂട്ട് ചെയ്തേ. ആ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാ ഇങ്ങോട്ട് പോരട്ടെ, പറഞ്ഞോ. x² സ്ഥാനത്ത് 50². ആ അടുത്തത് 4 plus 4 into 50. അതാരാണ് ആ ഒരു കുഞ്ഞിപ്പുഴു അടുത്ത് വന്ന് നിൽക്കുന്നത്? ഒരു ഡോറയാണല്ലോ. ഡോറ അനിയത്തി കുട്ടിയാണോ? കറണ്ട് പോയതാണോ? ആ കറണ്ട് പോയി. സാറില്ല, അതെ കറണ്ട് വന്നു. യെസ് പറഞ്ഞേ. 50യുടെ സ്ക്വയർ 2500 plus 4 plus 4 into 50 200
200. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? അത് നമുക്ക് മറ്റൊരാളോട് ചോദിക്കാം അല്ലേ? കൊച്ചു പറയാൻ വന്നപ്പോഴത്തേക്ക് ജോഷ്ന, യെസ്, ജോഷ്ന പറഞ്ഞോ. ഫൈനൽ ആൻസർ ഇസ് ഹലോ, ആ പറഞ്ഞോളൂ. ആ, വെരി ഗുഡ്, മിടുക്കി. എല്ലാവർക്കും കിട്ടിയോ? 2704 എന്നാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി അടിപൊളി. ആ ആൻസർ കിട്ടി, ആൻസർ കിട്ടി. അതാണ് 582 കിട്ടിയേക്കുന്നത്. മക്കളെ തെറ്റിയവര് കറക്റ്റ് ആയിട്ട് തിരുത്താണ്ടോ. 2704 എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. തെറ്റിക്കല്ലേ കൃഷ്ണ, ഒന്ന് നോക്കിയടോ. ആ, ഒരാൾ നേരത്തെ ചോദിച്ചാൽ എന്താണ് ആൽവിനെ 2 സ്ക്വയർ എഴുതി കൺഫ്യൂഷൻ ആക്കുന്ന എന്തിനാ? നേരത്തേലല്ലേ 2 സ്ക്വയർ എഴുതി കൺഫ്യൂഷൻ ആക്കുന്ന എന്തിനാ? അത് കുറച്ച് കൺഫ്യൂഷൻ അല്ലേ? 4 അവിടെ കിടക്കുന്നുണ്ട്. 2 സ്ക്വയർ എഴുതിയാലും 4 ആക്കണ്ടേ നമ്മൾ? പിന്നെ ഇപ്പോ x സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 4x എന്ന് എഴുതിയാലും അത് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ അത് 2 സ്ക്വയർ 4 ആയി മാറൂലേ? പിടി കിട്ടിയോ? യെസ്. x 15 തന്നെയല്ലേ നമ്മൾ അല്ലെങ്കിൽ എഴുതുന്നത്? അയച്ചതാരായിരുന്നു സാറേ? ഋതു കൃഷ്ണ, യെസ്. x is equal to 50 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? x is equal to 50 എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തവൻ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. കുട്ടാ അൺമ്യൂട്ട് ചെയ്തേണോ? എഴുതിക്കോ അത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരണ്ട. എഴുതിയില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ, അത് എഴുതിക്കോട്ടോ. ഓക്കെ ഓക്കെ, അത് എഴുതിക്കോട്ടെ. അതാണ് സാറേ ഒരാൾ കൈലാസേ. ഹലോ, എന്താണ് പരിപാടി? അൺമ്യൂട്ട് ചെയ്തേ. ആൻസർ ഒക്കെ കിട്ടിയോ? കിട്ടി കിട്ടി. ഓക്കെ, നേരത്തെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തതാണെന്ന്. ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് നോക്കാം. യെസ്, അടുത്ത നമ്മുടെ വേറൊരു മെത്തേഡിൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് അത് ഇന്ന് വേണ്ട. പകരം നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടല്ലോ. നമ്മൾ എല്ലാ ദിവസവും ഫോളോ ചെയ്ത് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ മാറ്റി നമുക്ക് ചെയ്ത് നോക്കണ്ടേ? ക്വസ്റ്റ്യൻ മാറ്റി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 52ന്റെ സ്ക്വയർ അല്ലേ ചെയ്ത്? എല്ലാവരും 72ന്റെ സ്ക്വയർ ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് സ്പീഡിൽ ചെയ്തേ. 72ന്റെ സ്ക്വയർ ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് 72ന്റെ സ്ക്വയർ കേട്ടോ. ഇക്വേഷൻ ഒക്കെ എഴുതണം നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ സാർ, അബ്രാമിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എനിക്ക് മനസ്സിലായില്ല, എന്താ ചോദിച്ചില്ല അവനിപ്പോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. x+y ക്വസ്റ്റ്യൻസോ? ആ, ഇക്വേഷന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉദ്ദേശിച്ച. അതാണോ രാമേ? ചെയ്യാനുള്ള സമയമാണ് തന്നേക്കാനായിട്ട് എല്ലാവരും ചെയ്യാം. ആ, ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ളതാണോ? പിന്നെ ഈ ടീച്ചർ ആദ്യം പറഞ്ഞ മെത്തേഡ് ഇല്ലേ? എന്താണ്? ഈ +2 the whole square is equal to x square plus 2 square. അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇപ്പൊ പറഞ്ഞല്ലേ 2 സ്ക്വയർ പ്ലസ് 4x എന്ന് വരുന്നേ. 4x അല്ലേ? 2 into x into 2 അങ്ങനെ വന്നത്. 2 into x into 2 ചെയ്തിട്ടല്ലേ നമുക്ക് 4x കിട്ടിയത്? ഫസ്റ്റത്തെ രീതി ചെയ്താൽ കുഴപ്പമുണ്ടോ? വേണ്ട, അത് വേണ്ടടാ. നമുക്കത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്നതല്ലേ എളുപ്പം. ആ, എളുപ്പമുള്ള മെത്തേഡ് ചെയ്യടാ. 2 into x ചെയ്താലും 4x തന്നെ കിട്ടൂലേ ലാസ്റ്റ്? ആ, അപ്പൊ ഇങ്ങനെ തന്നെ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ എല്ലാവരും. അതുപോലെ തന്നെ 2 സ്ക്വയറിന്റെ കാര്യം നേരത്തെ ആൽവിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്ക്വയർ വേണ്ട, 4 എന്ന് തന്നെ പഠിച്ചാൽ മതി. എന്തായാലും ലാസ്റ്റ് നമുക്ക് 2 സ്ക്വയർ 4ലേക്ക് മാറ്റണ്ടേ? ഓക്കെ, ശരി, ചെയ്തോ. അപ്പോ 72 ചെയ്തോ എല്ലാവരും. അപ്പോ 72 സ്ക്വയർ. അതാരാ ചോദിച്ചേ? ഒരാളുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പൊ 4 into 50 എങ്ങനെ വന്നു എന്നുള്ളൊരു സാധനം. ആൻസർ കിട്ടി, വെരി ഗുഡ്, സൂപ്പർ. ലാസ്റ്റ് പറഞ്ഞുതരാം ടാൽവിലെ, ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 72ന്റെ സ്ക്വയർ കിട്ടി എന്ന് കുറെ പേര് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആൻസറിലേക്ക് കടക്കാം. സാർ വിളിച്ചോളൂ. നിങ്ങൾ തന്നെ അൽതാഫ്, യെസ്. അപ്പൊ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. അൽതാഫേ കടന്നു വരൂ, പറയൂ, ആൻസർ പറയൂ. 72നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 70 + 2 70 + 2 ദി ഹോൾ സ്ക്വയർ അല്ലേ?
ഇനി നമ്മളുടെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. x plus 2 the whole square is equal to x square plus 2 in 2 square. 2 square 4. 4 plus 4 plus 2, 2x cube, 2 into the x into 2. 2 into 2x നമ്മൾ മാറ്റിയില്ലായിരുന്നോ? 2 into 2x ഇത് എന്താക്കി മാറ്റി? 4x ആക്കി മാറ്റിയില്ലേ? അവന്റെ പ്രശ്നമല്ല. ഓക്കെ, 4x ആക്കി. അപ്പൊ അത് വെച്ച് പറഞ്ഞാ മതി. ഓക്കെ, ശരി. ഇനി ഇവിടുത്തെ എക്സിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 70. ഓക്കെ, യെസ്. ഓക്കെ, മിടുക്കൻ, സൂപ്പർ, അടിപൊളി. സാറേ അടുത്ത ആളെ വിളിക്കാം. സെറീന റോസ്. അത് ഏതാണ് ഒരു കൊച്ചു റിംബോച്ചി താഴത്ത്? എവിടെ മൊട്ടക്കുട്ടൻ? ഹായ്, മൊട്ടക്കുട്ടിയാണ്. യെസ്, ഹായ്. റിംബോച്ചി. ആദ്യം ഫ്ലൈയിങ് കിസ് ഒക്കെ തരുന്നു. ഓക്കെ, യെസ്, പറഞ്ഞേടോ, ആൻസർ പറഞ്ഞേ. നമ്മളുടെ കൊച്ചു കൈ പിടിച്ചോ. പറഞ്ഞോ. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 70 അല്ല 70 square 70 square plus plus 4 4 into 7 4 into 7 ആണോ? അല്ല 70 70. ഓക്കെ, ഇനി 70 യുടെ സ്ക്വയർ എത്രയാ? 4900 4900. ഓക്കെ, ഫൈൻ. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി. ഇനി 4 plus 4 plus 280 4 into 70 that is equal to 280. 280. ഓക്കെ, ഓക്കേടാ, വെരി ഗുഡ്, സൂപ്പർ, മിടുക്കി. ഫൈനൽ ആൻസർ നമുക്ക് അടുത്തൊരാളോട് ചോദിക്കാം. അത് ആരാണ് സാറേ വരുന്നേ പറയാൻ? കൈലാസ് നാഥ്.